ലഹരിക്കായി മാരകവിഷമുള്ള പാമ്പായ അണലിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന രീതിയുണ്ടെന്ന തന്റെ മുൻ പരാമർശം പിൻവലിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഞാൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ചെന്നിത്തല നേരത്തെ നടത്തിയ പരാമർശത്തിനെതിരെ ഡോക്ടർ ഷിംന അസീസ് രംഗത്തെത്തിയിരുന്നു. പാമ്പിന്റെ കൊത്ത് ലഹരി തരില്ലെന്നും അണലിയുടെ കടിയേറ്റാൽ മരണസാധ്യത കൂടുതലാണെന്നും ഷിംന വ്യക്തമാക്കുകയുണ്ടായി. ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ഡോക്ടറുടെ തിരുത്ത് സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കി ചെന്നിത്തല തന്റെ പരാമർശം തിരുത്തിയത്. കൂടാതെ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൂഫാൻ വാരിയറാകാൻ ഡോക്ടർ ഷിംന അസീസിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നതായും ചെന്നിത്തല അറിയിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ലഹരിക്കെതിരായ പോരാട്ടം വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഏറെക്കാലമായി ഏറ്റെടുത്തിട്ടുള്ളതാണ്. മിക്കവാറും വേദികളിൽ ലഹരിക്കെതിരെ പ്രതികരിക്കാറുണ്ട്, പ്രസംഗത്തിലും അഭിമുഖങ്ങളിലുമെല്ലാം. ഇലക്ഷന് മുൻപ് UDFന് അധികാരം കിട്ടിയാൽ ലഹരിയുടെ വേരിറക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും ആ വാക്ക് പാലിക്കുന്ന തൂഫാൻ ആരംഭിച്ചതിലും അഭിമാനമുണ്ട്. അത്തരമൊരു സംഭാഷണത്തിൽ വളരെ നാൾ മുൻപ് എൻ്റേതായി വന്ന ഒരു പരാമർശത്തിൽ കടന്നുകൂടിയ തെറ്റ് സംബന്ധിച്ച് ഡോക്ടർ ഷിംന അസീസിന്റെ തിരുത്ത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു. അപകടകരവും മാരകവുമായ വിവിധതരം ലഹരി ഉപയോഗങ്ങളെക്കുറിച്ചുള്ള സംഭാഷണത്തിനിടയിലായിരുന്നു അത്. വിഷപ്പാമ്പുകളെ കൊത്തിച്ച് ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗത്ത് അതിനായി ഉപയോഗിക്കുന്നത് ചെറിയ അണലികളെയാണ് എന്ന് ഞാൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല. ഡോക്ടറുടെ തിരുത്ത് സ്വീകരിക്കുന്നു. പാമ്പുകൾ ഉപയോഗിക്കുന്നത് പോലെ അത്യന്തം അപകടകരവും വിനാശകരവുമായ ലഹരി ഉപയോഗം ഉണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിലും അത്തരം കേന്ദ്രങ്ങളുണ്ടെന്ന വിവരങ്ങളെ ഗൗരവത്തോടെയാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ അറിയിക്കാൻ ആരും മടിക്കരുത്. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായിരിക്കും. തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൂഫാൻ വാരിയറാകാൻ ഡോക്ടർ ഷിംന അസീസിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നുവെന്നുമാണ് ആഭ്യന്തരമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ചെന്നിത്തലയുടെ പോസ്റ്റ് മറുപടിയായി, ഓരോ കുഞ്ഞിനും കുടുംബത്തിനും എൻ്റെ കേരളത്തിനും വേണ്ടി ഏതറ്റം വരെയും ലഹരിക്കെതിരെ പൊരുതിക്കൊണ്ട് ഓപ്പറേഷൻ തൂഫാന് കൂടെ ഉണ്ടാകും. ഓപ്പറേഷൻ തൂഫാൻ വാരിയർ ആവാനുള്ള ആഭ്യന്തരമന്ത്രിയുടെ ക്ഷണം വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് ഷിംന അസീസും ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി.